നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എന്നും പറയാറുള്ളത് പോലെ തന്നെ ഇന്നൊരു ഞായറാഴ്ചയാണ്. എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കൊക്കെ അവധി ദിവസമായിരിക്കും. അപ്പോൾ ഇന്നത്തെ അവധി എങ്ങനെ ആഘോഷിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങി എണീറ്റ് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലതായിരിക്കട്ടെ, സന്തോഷമുള്ളതായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആദ്യം നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്നും മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നു. നിലവിൽ 98,451 സ്ഥാനാർത്ഥികൾ. സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത് 2,261 നാമനിർദ്ദേശ പത്രികകൾ. നാളെ വൈകിട്ട് വരെ പത്രിക പിൻവലിക്കാം. തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായി UDF വെൽഫെയർ ബന്ധം. നിഷേധിച്ച് വീണ്ടും കോഴിക്കോട് DCC പ്രസിഡന്റ്. കൊടിയത്തൂരിലെ UDF കൺവെൻഷനിൽ വെൽഫെയർ നേതാവ് പങ്കെടുത്തതിനെ കുറിച്ച് അറിയില്ലെന്ന് K പ്രവീൺകുമാർ. തെളിവുകൾ നിരത്തിയപ്പോൾ പരിശോധിക്കുമെന്നും പ്രതികരണം. ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. പത്മകുമാറിനെയും N വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ നീക്കം. 2019 ബോർഡ് അംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തിയേക്കും. കശ്മീരിൽ മരിച്ച സുബേദാർ സജീഷിന് ആദരാഞ്ജലി അർപ്പിച്ച് നാട്. വീരമൃത്യു വരിച്ചത് ജമ്മു കശ്മീർ രജോരിയിൽ ട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ അപകടത്തിൽ. മൃതദേഹം ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിച്ചു. സംസ്കാരം ഇന്ന് ഒതുക്കുങ്ങലിൽ. ചെങ്കോട്ട സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരൻ ഉമർ നബിയുടെ കൂടുതൽ തീവ്രവാദ ബന്ധങ്ങൾ പുറത്ത്. അൽഖ്വയ്ദയുമായും IS-ഉമായും ഉമർ ചർച്ചകൾ നടത്തി. ചർച്ച നടന്നത് ഗ്വാസിഗുണ്ടിൽ ഒക്ടോബർ 18-ന്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്നും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സംസ്ഥാനത്ത് നല്ല ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ട്. ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുകളൊക്കെയാണ് വരുന്നത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ബുധനാഴ്ച വരെ ഈ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കശ്മീരിൽ മരിച്ച സുബേദാർ സജീഷിന് ആദരാഞ്ജലി അർപ്പിച്ച നാട്. ജമ്മു കശ്മീർ രജോരിയിലുണ്ടായ അപകടത്തിലാണ് സജീഷ് വീരമൃത്യു വരിച്ചത്. മലപ്പുറം സ്വദേശിയായ സജീഷിന്റെ മൃതദേഹം ഇന്നലെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിച്ചത്. ഒതുക്കുങ്ങൽ സ്വദേശിയാണ് സജീഷ്. പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെയാണ് അപകടമുണ്ടായത്. 27 വർഷമായി സൈന്യത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു സജീഷ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ, ചെങ്കോട്ട സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരൻ ഉമർ നബിക്ക് പല തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് റിപ്പോർട്ട്. അൽഖ്വയ്ദയോടും IS-ഉമായും ഉമർ ചർച്ച നടത്തി. ഗ്വാസിഗുണ്ടിൽ ഒക്ടോബർ 18-നായിരുന്നു ഈ ചർച്ച നടന്നത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഈ ചെങ്കോട്ട സ്ഫോടനം നടന്ന സമയത്ത് തന്നെ ഇത് ആസൂത്രിതമായി നടന്ന ഒരു സ്ഫോടനമല്ല എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഇയാൾ ഈ സ്ഫോടക വസ്തു മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ച് മറ്റെങ്ങോട്ടെങ്കിലും കൊണ്ടുപോയതായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുകയല്ലേ ഇപ്പോൾ? അനുശ്രീ, നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഈ NIA-യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെയാണ് മറ്റു തലത്തിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം വ്യാപിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് നിലവിലിപ്പോൾ ഈ ഒരു ചെങ്കോട്ട സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള അന്ന് ചാവേറായി വാഹനത്തിലുണ്ടായിരുന്ന ഈ ഉമർ നബി പല തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് ഈ ഉമർ നബിക്ക് എന്നുള്ള നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ NIA-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ഒക്ടോബർ മാസം 18-ാം തീയതി കാസിഗുണ്ടിൽ, ജമ്മു കാശ്മീരിലെ കാസിഗുണ്ടിൽ വെച്ച് ഇത്തരത്തിൽ അൽഖ്വയ്ദയുമായി ഇയാൾ
കൂടിയാലോചനകൾ നടത്തിയിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു, പലതവണ ചർച്ച നടത്തിയിരുന്നു എന്നുള്ള തെളിയിക്കുന്ന ചില വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർണായക കണ്ടെത്തലാണ് ഇപ്പോൾ NIA ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ IS-മായി ആശയവിനിമയം ഈ ഒരു സ്ഫോടനങ്ങൾ നടത്തുന്നതിനായി ഇയാൾ നടത്തിയെന്നുകൂടി NIA സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി, അതായത് ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടു എന്ന് കരുതുന്ന ഡിസംബർ 6-ന് ഇത്തരത്തിൽ രാജ്യത്തിന്റെ പലയിടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. ഇതിന്റെ വിവരങ്ങൾ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വൈറ്റ് കോളർ ഭീകരന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ പലയിടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഈ ജമ്മു കാശ്മീരിൽ നിന്നൊക്കെ അറസ്റ്റിലായിട്ടുള്ള അദീൽ റാത്തറിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളാണ് ഇതിൽ ഈ ഒരു AK-47 അടക്കമുള്ള തോക്കുകൾ വാങ്ങിയെന്നടക്കമുള്ള നിർണായക കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം NIA കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ ഇത് സൂക്ഷിച്ചിരുന്നത് പുൽവാമ സ്വദേശിയുടെ ലോക്കറിലായിരുന്നു എന്നടക്കം കണ്ടെത്തിയിരുന്നു. ഇത് വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള തുക എവിടെ നിന്നാണ് വന്നത്, ഇവയൊക്കെ ക്രോഡീകരിക്കുകയും ഒപ്പം തന്നെ ഇതിൻ്റെ ഏകോപനം നടത്തുകയും ചെയ്ത് ഈ അദീൽ റാത്തോറിൻ്റെ സഹോദരനാണ് എന്നുള്ളതാണ്. ഇയാൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത്. ഇയാളെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. റെഡ് കോർണർ നോട്ടീസ് അടക്കം ഇന്ന് തന്നെ പുറപ്പെടുവിക്കും ഇയാളെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ വാറന്റ് അടക്കം ജമ്മു കാശ്മീർ പോലീസും ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും വാറന്റ് പുറപ്പെടുവിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിൽ മുഖ്യ കണ്ണിയായി പ്രവർത്തിച്ചത് ഈ അദീൽ റാത്തോറിന്റെ ഈ സഹോദരൻ തന്നെയാണ്. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരുമായി ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ അദീൽ റാത്തറിന്റെ സഹോദരനാണ് എന്നുള്ളതാണ് NIAയുടെ നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ. ഒപ്പം തന്നെ ഇവർ പലരും പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിരുന്നു. പല കാര്യങ്ങളും ചർച്ചകൾ ചെയ്തിരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ആളുകളുമായി മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഇത് ക്രോഡീകരിക്കുന്നതിന് മറ്റൊരു ഗ്രൂപ്പിനെ നിയോഗിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ അൽഫല യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള ദ്വജ് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ഇവിടെയൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായി ഈ ഭീകരരും ഒപ്പം തന്നെ മറ്റ് തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം കരുതുകയും ചെയ്യുന്നത്. ഈ മേഖലകളിൽ നിന്നാണ് കഴിഞ്ഞ മാസം ഈ നവംബർ മാസം 10-ാം തീയതിയിൽ കൂടി ഈ വലിയ ആയുധ ശേഖരം കണ്ടെത്തുന്നത്, സ്ഫോടന മെറ്റീരിയലുകൾ കണ്ടെത്തുന്നത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഈ ഡോക്ടർ മുസമ്മിലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഈ മുസമ്മിലിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളാണ് ഇത്തരത്തിൽ ഈ ഇന്ത്യയിലുള്ള പല ആളുകളുമായി, പ്രത്യേകിച്ച് ഈ പ്രൊഫഷണലുകളായിട്ടുള്ള ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തിയത്. ഇവരെ ഒരു കുടക്കീഴിൽ എന്ന രീതിയിൽ കൊണ്ടുവരുന്നതിനും ഒപ്പം തന്നെ ഇതിന് നിർദ്ദേശങ്ങൾ കൈമാറുന്നതിന് വേണ്ടി നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് മുസമ്മിലാണ് എന്നുള്ളതാണ്. ഇയാൾക്ക് കൂടുതൽ ഫണ്ടുകൾ വന്നിട്ടുണ്ട്. അൽഫല ഈ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന വേളയിലായിരുന്നു ഇത്തരത്തിൽ കൂടുതൽ ഫണ്ടുകൾ അനിയന്ത്രിതമായി വന്നിട്ടുള്ളത്. ഇവ എവിടെ നിന്നാണ് വന്നത്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഫണ്ടുകൾ സ്വരുക്കൂട്ടിയിട്ടുണ്ടോ, അവ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആര് മുഖേനയാണത് കൈമാറിയിട്ടുള്ളത്, അൽഫല യൂണിവേഴ്സിറ്റിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഫണ്ടുകൾ വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇവരെല്ലാം തന്നെ ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലാണുള്ളത്. ഇവരെ പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നിന്ന് അറസ്റ്റിലായിട്ടുള്ള വനിതാ ഡോക്ടർ ഷഹീനെ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ അൽ മുമിനാത്ത് എന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ ഒരു വനിതാ ചാവേർ സംഘം അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഭാഗമായി അതിൻ്റെ ആദ്യ റിക്രൂട്ടർ എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആദ്യ കണ്ണി എന്ന രീതിയിൽ, ഇന്ത്യയിലെ ആദ്യ കണ്ണി എന്ന രീതിയിലാണ് ഷഹീനെ അന്വേഷണ സംഘം കാണുകയും ചെയ്യുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ്റെ ഭാര്യയായിട്ടുള്ള അഫീറ ബീവിയാണ് എന്നുള്ള കണ്ടെത്തൽ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇവരാണ് ഇത്തരത്തിൽ ഓരോ ദിവസങ്ങളിലും, അതായത് ആഴ്ചയിൽ 3 ദിവസങ്ങളിലായി പല ഇടങ്ങളിലായി ഇത്തരത്തിൽ ഓൺലൈൻ മുഖേന പ്രഭാഷണങ്ങളും ഒപ്പം തന്നെ ഈ ഒരു സംഘത്തിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഈ അഫീറ ബീവിയാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യം ഈ റിക്രൂട്ട് ചെയ്ത വനിതകളിൽ ഒരാളാണ് ഷഹീൻ എന്ന് പറയുന്നത്. ഷഹീനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഭാഗമായി മറ്റുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വിവിധ സംഘങ്ങൾ ആയി തിരിഞ്ഞുകൊണ്ട് പലയിടങ്ങളിൽ ഈ ഡിസംബർ 6-ന് ആക്രമണം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിക്കുകയും ചെയ്ത്. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലെ ഈ ക്വാസിഗുണ്ടിൽ നടത്തിയ ഈ ചർച്ചകളുടെ ഭാഗമായി അതിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ബന്ധം സ്ഥാപിക്കാനാകുമോ എന്നുകൂടി അന്വേഷണ സംഘം ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ഉമർ നബി ചാവേറായി ചെങ്കോട്ട സ്ഫോടനത്തിൽ ചാവേറായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇയാൾക്ക് ഡൽഹിയുമായി കൂടുതൽ ബന്ധമുള്ള ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാളുടെ പിന്നിൽ ഒരു വലിയ ശ്രേണി തന്നെ ഈ അൽഖ്വയ്ദയുമായും IS-ഉമായും ബന്ധമുള്ള ആളുകളുടെ ഒരു വലിയ ശ്രേണി തന്നെ നിലനിൽക്കുന്നു എന്ന് തന്നെ വേണ്ടേ കരുതാൻ? അനുശ്രീ, സ്വാഭാവികമായും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കൊക്കെ കടക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് രാജ്യത്തു നിന്ന് തന്നെ ഇവർക്ക് പലയിടങ്ങളിലായി സഹായം ലഭിച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരാൾ മറ്റൊരാളെയുമായി കോൺടാക്ട് ചെയ്യുന്നത്, അതായത് ഇവർക്ക് തമ്മിൽ പരസ്പരം പരിചയമുള്ള ആളുകളും തമ്മിൽ ഒരു തരത്തിലും കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നാണ് അന്വേഷണം സംഘം കരുതുന്നത്. അതായത് ഇവരിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഒരാൾ മറ്റൊരാളെ ഫോൺ ചെയ്യും. അവിടെ നിന്നാണ് മറ്റൊരാൾക്ക് ഇതിൻ്റെ വിവരങ്ങൾ കൈമാറും. ആ രീതിയിലാണ് ഇത് ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു തരത്തിലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. എന്തായാലും ഉമർ നബിയും ഒപ്പം തന്നെ മുസമ്മിലും ഷഹീനും അദിൽ റാത്തർ അടക്കമുള്ളവർ ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് ജോലി നോക്കിയവരായിരുന്നു. അവരൊക്കെ അവിടെ വെച്ചായിരുന്നു ഇവർ ഇത്തരത്തിൽ ബന്ധപ്പെടുകയും ഒപ്പം തന്നെ ഇതിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമാവുകയും ചെയ്തു. ഇവർ നേരിട്ട് ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, വിവിധ ആളുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇലക്ട്രീഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് ഉള്ള സഹായം ഉണ്ടായിട്ടുണ്ട്. പ്ലംബർ, ഇതിലൊരു കേസിൻ്റെ പ്ലംബർമാരായിട്ട് ജോലി നോക്കുന്നവരുടെയൊക്കെ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഫരീദാബാദിൽ നിന്ന് ഇതിൻ്റെ തുടക്കം അറസ്റ്റിലായ 2 പേരുണ്ട്. സഹോദരങ്ങളായിരുന്നു. അതിൽ റാഷിദ് അമർ എന്ന് പറയുന്നതും ഒപ്പം തന്നെ അമീർ അഹമ്മദ് എന്ന് പറയുന്ന 2 പേർ. ഇവരാണ് ഇത്തരത്തിൽ ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഇലക്ട്രീഷ്യനും ഒപ്പം തന്നെ പ്ലംബിംഗ് ജോലി നോക്കിയതായിരുന്നു ഇവരായിരുന്നു ഇത്തരത്തിൽ സ്ഫോടനത്തിൽ ഉപയോഗിച്ചിരുന്ന വാഹനം, അതായത് ഈ I-20 കാറ് ഇത്തരത്തിൽ പുൽവാമ സ്വദേശിയിൽ നിന്ന് വാങ്ങിക്കുന്നത്. അതായത് ഉമർ നബിയുടെ പേരിലാണ് ഈ വാഹനം ഉള്ളതെങ്കിൽ പോലും തന്നെ ഉമർ നബിക്ക് വേണ്ടി ഈ വാഹനം കൈപ്പറ്റിയത് ഈ ആമിർ റാഷിദ് എന്ന ഇയാളാണ്. ഈ ഒരു പ്ലംബിംഗ് ജോലി നോക്കിയിരുന്ന ആളാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ ആദ്യം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ജമ്മു കാശ്മീരിൽ നിന്നൊരു ഇലക്ട്രീഷ്യനെ കൂടി അറസ്റ്റ് ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. കൂടുതൽ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഒരു വൈറ്റ് കോളർ ഭീകരവാദ പ്രവർത്തനം തന്നെയാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു അന്തിമ നിഗമനത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടന്നിരിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ വിശദമായ വിവരങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. എന്തായാലും നിലവിൽ ഓരോ ദിവസം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കഴിയും തോറും ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന, വളരെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകളിലേക്ക്, നിരീക്ഷണങ്ങളിലേക്ക് ഒപ്പം തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു എന്ന് പറയുന്ന അദിൽ റാത്തറിന്റെ സഹോദരനെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നത്. ഇയാളെ തിരിച്ച് ഇന്ത്യയിലേക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഫ്ഗാൻ സർക്കാരുമായി ഇന്ത്യ ഉടൻ തന്നെ സംസാരിക്കും. ഇതിന്റെ ഭാഗമായി റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കാനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. മിഥുൻ, അതുപോലെ തന്നെ ഈ അൽഫല സർവകലാശാല ചെയർമാൻ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അയാളിലേക്ക് എത്തിപ്പെട്ട ആ പണം അത് അൽഖ്വയ്ദയും IS-ഉമായി ബന്ധമുള്ള ആളുകളിൽ നിന്നുമായിരിക്കാം അവിടെ എത്തിയിട്ടുണ്ടാകുക എന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്നില്ലേ? അനുസരിച്ച് നേരത്തെ തന്നെ സംശയത്തിൻ്റെ നിലയിൽ തന്നെയാണ് ഈ അൽഫല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. തുടക്കത്തിൽ തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ ചില വ്യാജമായിട്ടുള്ള രേഖകൾ അവർ ചമച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ നാക് അക്രഡിറ്റേഷൻ അടക്കം ഈ അൽഫല യൂണിവേഴ്സിറ്റിക്കുണ്ട് എന്നുള്ള തരത്തിലുള്ള ചില വ്യാജ പ്രചരണങ്ങളായിരുന്നു നടന്നത്. പക്ഷേ പിന്നീട് നടന്ന പരിശോധനയിൽ നാക് അക്രഡിറ്റേഷൻ ഒരു തരത്തിലും അൽഫല യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ ഭാഗമായി ഈ യൂണിവേഴ്സിറ്റിക്കെതിരെ കാരണ നോട്ടീസ് അടക്കം നൽകുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് അൽഫല യൂണിവേഴ്സിറ്റിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അൽഫല യൂണിവേഴ്സിറ്റിയിലേക്ക് ഫണ്ടുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ അടക്കമുള്ള നടപടികളിലേക്ക്, കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. എന്തായാലും ഈ അനന്ത്നാഗ് ആശുപത്രിയും ഇത്തരത്തിൽ ഈ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ്. അവിടെയും ഈ ഉമർ നബിയും ഒപ്പം തന്നെ മുസമ്മിലും ഷഹീൻ അടക്കമുള്ളവർ പല കാലങ്ങളായി അല്ലെങ്കിൽ പല വർഷങ്ങളായി ഇത്തരത്തിൽ ജോലി നോക്കിയിട്ടുണ്ട്. അദിൽ റാത്തറാണ് ഇവിടെ ആദ്യം ഉമർ നബിയുമായി ഒരുമിച്ച് ജോലി നോക്കുകയും ചെയ്തതെന്നുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട്. ഓരോ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് വെവ്വേറെ ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒരേ സമയം പലയിടങ്ങളിലായി അന്വേഷണം നടക്കുന്നുണ്ട്. ഈ 32 കാറുകൾ വാങ്ങിച്ചുകൊണ്ട് അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് പലയിടങ്ങളിലായി സ്ഫോടന പരമ്പര നടത്താനുള്ള ഒരു ശ്രമമായിരുന്നു ഇവർ നടത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായി
ഈ കാറുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടി പലരെയും ചുമതലപ്പെടുത്തിയിരുന്നു. 4 വാഹനങ്ങളാണ് ഇതിനോടകം തന്നെ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിലൊരു മാരുതി ബ്രസ റെഡ് കളറിലുള്ള കാറാണ്. അത് ഫരീദാബാദിൽ നിന്ന് ഈ അൽഫല യൂണിവേഴ്സിറ്റി സമീപമുള്ള ഒരു ഫാം ഹൗസിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. ആ ഫാം ഹൗസ് എന്ന് പറയുന്നത് ഉമർ നബിയുടെ ഒരു സുഹൃത്തിൻ്റെതാണ്. ആ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ ചെയ്തു നൽകിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി നിരവധി പേരിലേക്ക് കൂടി അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ്. ഈ മറ്റ് സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് പുൽവാമയിലെ ഈ ഉമർ നബിയുടെ വീട് ഇത്തരത്തിൽ ID ബ്ലാസ്റ്റ് നടത്തി ഇത്തരത്തിൽ സൈന്യം തകർത്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അവിടെ ഈ താരിഖ് എന്ന് പറയുന്ന ഈ വാഹനം, ഈ I-20 വാഹനം കൈമാറിയ ഈ താരിഖും ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. എങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത്, ഈ വാഹനം എങ്ങനെയാണ് താരിഖ് സ്വന്തമാക്കിയത് അടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ്. എന്തായാലും നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഉമർ നബിക്ക് ബന്ധമുണ്ടായിരുന്നു. IS-ഉമായും ഒപ്പം തന്നെ അൽഖ്വയ്ദയുമായും ചർച്ച നടത്തിയതായിട്ടുള്ള നിർണായക വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ശരി, മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മിഥുൻ, തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുമ്പോൾ TVK അധ്യക്ഷനും നടനുമായ വിജയ് നാളെ മുതൽ പൊതുപരിപാടികൾ പുനരാരംഭിക്കും. മീറ്റ് ദി പീപ്പിൾ ക്യാമ്പയിന്റെ അടുത്ത ഘട്ടം നാളെ കാഞ്ചീപുരത്ത് നടക്കും. ഒരു സ്വകാര്യ കോളേജിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ 1500ഓളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പങ്കെടുക്കുന്നവർക്ക് തങ്ങളുടെ പരാതികൾ വിജയോട് നേരിട്ട് സമർപ്പിക്കാൻ അവസരം ലഭിക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ തന്നെ ചേരുന്നുണ്ട്. മിഥുൻ, കരൂർ ദുരന്തത്തിന് ശേഷം വീണ്ടും വിജയ് തിരിച്ചെത്തുകയാണ്. അപ്പോൾ നേരിടുന്ന വെല്ലുവിളികളും ചെറുതൊന്നും ആയിരിക്കില്ല, കാരണം അത്ര വലിയൊരു ദുരന്തമായിരുന്നു. അതിൽ നിന്നൊക്കെ അതിജീവിച്ച് ഇപ്പോൾ വീണ്ടും യാത്ര തുടരുന്നു. അപ്പോൾ എന്തൊക്കെയായിരിക്കും വിജയ് ഇതിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ എന്ന് വേണം കരുതാൻ? ഈ കരൂർ ദുരന്തത്തിന് പിന്നാലെ നിർത്തിവെച്ചിട്ടുള്ള ഈ പൊതുപരിപാടികളാണ് ഇപ്പോൾ TVK അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. നാളെയാണ് കാഞ്ചീപുരത്താണ് ഒരു പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. മീറ്റ് ദ പീപ്പിൾ എന്ന രീതിയിലുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഒരു സ്വകാര്യ കോളേജിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ മാത്രമാണ് ഇവിടെ പങ്കെടുപ്പിക്കുന്നത്. പാർട്ടി പ്രവർത്തകർ വളരെ കുറച്ചുപേർ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. സാധാരണ ജനങ്ങൾ വളരെ കുറച്ചുപേർ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യും. ഏകദേശം 1500ഓളം പേരെ മാത്രമാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ TVK ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ ഇവരുടെ പരാതികളടക്കം TVK അധ്യക്ഷൻ കേൾക്കുകയും അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില റിപ്പോർട്ടുകൾ കൂടി വന്നിരുന്നു. അതായത് അടുത്ത മാസം ഡിസംബർ 4 മുതൽ പൊതുയോഗങ്ങളിലേക്ക് കൂടി കടക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് TVK എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ റോഡ് ഷോ അടക്കം അത്തരത്തിലുള്ള വാഹന പ്രചരണ ജാഥയൊക്കെ ഈ കരൂർ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി ജീവൻ പൊലിഞ്ഞ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ചിരുന്നു. അത് ഈ പോലീസ് നൽകുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്താനുള്ളൊരു നീക്കമാണ്. അത് കോയമ്പത്തൂരും ഒപ്പം തന്നെ സേലത്തും ആദ്യ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് TVK എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതും ഡിസംബർ 4-ന് 2 പൊതുയോഗങ്ങൾ നടക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ പിന്നീടുള്ള ആഴ്ചകളിൽ 4 പൊതുയോഗങ്ങൾ വീതം വെച്ച് നടത്താനാണ്. അതും ശനിയാഴ്ചയും ഒപ്പം തന്നെ ബുധനാഴ്ചയും ഈ 2 ദിവസങ്ങളിലായിരിക്കും ഈ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് TVK നീക്കം നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അതേ വേളയിൽ തന്നെയാണ് തമിഴ്നാടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. വളരെ കുറച്ച് നാളുകൾ മാത്രമാണ്, കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഈ തമിഴ്നാട് ഇലക്ഷന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ക്യാമ്പയിനുകളിൽ നിന്നും അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ പരിപാടികളിൽ നിന്നുമൊക്കെ വിട്ടുനിന്നാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പൊതുപരിപാടികളിലേക്ക് സജീവമാകാൻ വീണ്ടും TVK തയ്യാറാകുന്നത്. വിജയ് ഈ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളിൽ ആളുകളെ കൂടുതൽ അത്തരത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് പോലീസ് നൽകുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആളുകളെ പങ്കെടുപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഡിസംബർ 4-ന് എന്നുള്ള ചില സൂചനകൾ മാത്രമാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പൊതുയോഗങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനുമതി നൽകുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അനുമതി ലഭിച്ചില്ല എങ്കിൽ നിയമ നടപടികളിലേക്കൊക്കെ കടക്കാനുള്ള ഒരു ആലോചനയും TVKയുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള പൊതുയോഗങ്ങളുടെ ഭാഗമായി ആണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നാളെയാണ് ആദ്യ പൊതുപരിപാടി നടക്കുന്നത്. 1500 പേർ മാത്രം പങ്കെടുക്കുന്ന തരത്തിൽ ഒരു സ്വകാര്യ കോളേജിലാണ് ഇത്തരത്തിൽ മീറ്റ് ദ പീപ്പിൾ എന്ന രീതിയിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. അനുസരിച്ച്
ഈ കരൂർ ദുരന്തമുണ്ടാകാനുണ്ടായ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രതീക്ഷിച്ചതിലും അപ്പുറം ആളുകൾ പൊതുപരിപാടിയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ നാളെ നടക്കുന്ന ഒരു പരിപാടിയിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഉള്ള മുൻകരുതലുകൾ അതെന്തൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? തീർച്ചയായും, അതായത് വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിക്കുന്ന തരത്തിലൊരു പൊതുപരിപാടി എന്നുള്ളതിനുപ്പുറത്തേക്ക് ഒരു സ്വകാര്യ ചടങ്ങ് എന്ന രീതിയിലാണ്. അതായത് മുൻകാലങ്ങളിലും ഈ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് നൽകുന്നതും ഒപ്പം തന്നെ ഈ 10ാം ക്ലാസ്സിലും +2-ലും ഒക്കെ മികച്ച രീതിയിൽ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികളെയൊക്കെ വിജയം ആദരിക്കുന്ന ചില സ്വകാര്യ ചടങ്ങുകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതിലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പങ്കെടുപ്പിക്കാറുള്ളത്. 1000-ൽ താഴെ മാത്രം ആളുകൾ, അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകും, അവരുടെ രക്ഷിതാക്കളുണ്ടാകും, ഒപ്പം തന്നെ കുറച്ചധികം പാർട്ടി പ്രവർത്തകർ മാത്രം ആയിരിക്കും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി പങ്കെടുക്കാറുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ നാളത്തെ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കോളേജിലേക്ക് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടാകുക. കൃത്യമായി പോലീസിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് വലിയ ദുരന്തമുണ്ടായ ഒരു പശ്ചാത്തലം അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില ക്രമീകരണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ വലിയൊരു പൊതുപരിപാടി ആയിരിക്കില്ല എന്നുള്ളതാണ്. കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു തരത്തിലും പോകില്ല എന്നുള്ളതാണ്. ഒരു സ്വകാര്യ ചടങ്ങായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഇത്തരത്തിൽ TV-ക്ക് വൃത്തങ്ങളിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും 1500-ൽ താഴെയുള്ള ആളുകൾ മാത്രം, വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നാണ് നമുക്കറിയാം. ശരി, MJ മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കർണാടകയിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസിലെ ഉൾപാർട്ടി പോരായുധമാക്കി BJP. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള ശീതയുദ്ധം കാരണം ഭരണം നിശ്ചലമെന്നാണ് BJPയുടെ ആരോപണം. ആരാണ് മുഖ്യമന്ത്രിയെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് R. അശോക് ആവശ്യപ്പെട്ടു. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, ചണ്ഡീഗഡിന്റെ ഭരണ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ള കേന്ദ്ര നീക്കത്തിൽ വിവാദം. ചണ്ഡീഗഡിന്റെ ഭരണത്തിന് ലഫ്റ്റനന്റ് ഗവർണറെ ചുമതലപ്പെടുത്തി നേരിട്ട് നിയന്ത്രിക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തി. തീരുമാനത്തെ ചോദ്യം ചെയ്ത് പഞ്ചാബിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വന്നു. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ചണ്ഡീഗഡിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ കൂടുതൽ കേന്ദ്രം പിടിമുറുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. കാരണം പഞ്ചാബും ഹരിയാനയും പുതിയ സംസ്ഥാനങ്ങളായി മാറുന്നത് 1966-ലാണ്. പക്ഷേ അന്ന് മുതൽ 2 സംസ്ഥാനങ്ങളും അവകാശവാദം ഉന്നയിക്കുന്നതാണ് ചണ്ഡീഗഡിന് വേണ്ടി. പക്ഷേ പൊതു തലസ്ഥാനമായി ചണ്ഡീഗഡ് തുടരുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അത് ഒരു ചീഫ് കമ്മീഷണറാണ് ചണ്ഡീഗഡിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നെങ്കിൽ 84 മുതൽ അതിൽ മാറ്റം വന്നു. പഞ്ചാബിൻ്റെ ഗവർണർ ആരാണോ അയാളാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലാണ് കാര്യങ്ങൾ പോരുന്നത്. അതിൽ മാറ്റം കൊണ്ടുവരാനാണ് ഇപ്പോൾ കേന്ദ്രം ശ്രമിക്കുന്നത്. അതായത് പാർലമെന്റ് സമ്മേളനത്തിൽ പുതിയ ബില്ല്, ഭരണഘടനാ ഭേദഗതി ബില്ല്, 135-ാം ഭരണഘടനാ ഭേദഗതി ബില്ലായി പുതിയ ബില്ല് അത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. കാരണം ഒരു ലഫ്റ്റനന്റ് ഗവർണറെ അവിടെ നിയമിക്കാനും, നിലവിൽ ലക്ഷദ്വീപിലും ഒപ്പം തന്നെ ആൻഡമാൻ നിക്കോബാറിലും ഒക്കെ തന്നെ ഉള്ളതുപോലെ നിയമസഭയില്ലാത്ത കേന്ദ്രത്തിന് നേരിട്ട് ഭരണമുള്ള ഒരു പ്രദേശമാക്കി മാറ്റുക, അതാണ് ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാർ. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഘട്ടത്തിൽ പഞ്ചാബിലെ രാഷ്ട്രീയ കക്ഷികൾ ഒന്നടങ്കം രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബിന് ചണ്ഡീഗഡിനുള്ള അവകാശവാദം അത് ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നതെന്ന ആരോപണമാണ് എല്ലാ കക്ഷികളും. ആം ആദ്മി പാർട്ടി രംഗത്തെത്തി കഴിഞ്ഞു. പഞ്ചാബിലെ ഭരണകക്ഷിയാണ്, മുഖ്യ പ്രതിപക്ഷമാണ് കോൺഗ്രസും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ശിരോമണി അകാലിദളും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പലപ്പോഴായി പഞ്ചാബ് അവരുടെ അവകാശം ചണ്ഡീഗഡിന് മേൽ ഉന്നയിക്കുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ ബില്ല് കൊണ്ടുവരാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം നടക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കും. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതാദ്യമായല്ല ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത്. കാരണം 2014-ൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2016-ൽ ഇത്തരത്തിലൊരു പുതിയ അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവരാനുള്ള നീക്കം അവിടെ നടത്തിയിരുന്നു. അന്ന് അൽഫോൺസ് കണ്ണന്താനത്തെയാണ് ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. അന്ന് പക്ഷേ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ശിരോമണി അകാലിദൾ അന്ന് NDAയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിരുന്നു. അന്ന് ബാദൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് അകാലിദൾ തന്നെ അന്ന് വലിയ പ്രതിഷേധം ഉയർത്തുകയും പിന്നീട് ആ നീക്കത്തിൽ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ വീണ്ടും അത്തരമൊരു നീക്കവുമായി
കേന്ദ്രം മുന്നോട്ട് വരികയാണ്. ഏതായാലും രാജ്യസഭയിൽ ഈ ബില്ല് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതിൻ്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ അതിനെ നേരിടുക എന്ന് അറിയേണ്ട വിഷയമാണ്. തീർച്ചയായും വലിയ പ്രതിഷേധങ്ങൾക്ക് സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകാനുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുറുകുകയാണ് കേരളത്തിൽ. ആ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2261 നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. 98,451 സ്ഥാനാർത്ഥികളാണുള്ളത്. നാളെ വൈകിട്ട് വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരമാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസിന് രഹസ്യമായോ പരസ്യമായോ ധാരണയില്ലെന്ന് ആവർത്തിച്ച് കോൺഗ്രസ്. കോഴിക്കോട് കൊടിയത്തൂരിലെ UDF കൺവെൻഷനിൽ വെൽഫെയർ നേതാവ് പങ്കെടുത്തതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാറിന്റെ വിശദീകരണം. ഇക്കാര്യം പരിശോധിക്കുമെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞിരിക്കുന്നു. സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞു. UDFന്റെ കൺവെൻഷനും പൂർത്തിയായി. പൂർണ്ണ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് UDF കോഴിക്കോട് കോർപ്പറേഷൻ കടക്കുകയാണ്. നമുക്കൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ പ്രവീൺ കുമാറുണ്ട്. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞിരിക്കുന്നു. BMNന് വോട്ടില്ലാത്തത് വലിയ വിവാദമായി മാറിയിരുന്നു. എങ്ങനെയുണ്ട് പത്രികാ സമർപ്പണത്തിന്റെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞു? വിശ്വാസി ഒരിക്കലേ പാമ്പ് കടിക്കുള്ളൂ. ഗ്രാമപഞ്ചായത്തടക്കം ഈ ജില്ലയിൽ നൽകിയ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ഡമ്മി സ്ഥാനാർത്ഥികളുടെയും പത്രിക സ്വീകരിച്ചിരിക്കുന്നു. ഒരു ചെറിയ പഴം പോലും ഉണ്ടായിട്ടില്ല. ഒരു പഴവും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസി ഒരു തവണ പാമ്പ് കടിക്കുന്ന പറയുന്നത് അതെല്ലാം ഉണ്ട്. വളരെ കരുതൽ നൽകിയിരുന്നു. 3 ടയർ പരിശോധന നടത്തിയിരുന്നു. അതിനുവേണ്ടിയുള്ള പരിശോധനയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. ഡമ്മി സ്ഥാനാർത്ഥിയുടെ പട്ടിക പോലും തള്ളേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി ഒരിക്കലും ഇത്തരത്തിലെ മേൽനോട്ടപ്പിഴവ് ഇനിയും ജില്ലയിൽ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് എ ലെസൺ, ഇറ്റ് വാസ് എ ലെസൺ. അതൊരിക്കലും ഉണ്ടാവില്ല. അതൊരു മേൽനോട്ടപ്പിഴവെന്നല്ല, അതൊരു വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിലുണ്ടായ പിഴവാണ്. ഉണ്ടാവുമെന്നുറച്ച കാര്യം ഉണ്ടാവില്ല എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യം ചിന്തിച്ചു പോയ പറ്റാവുന്നതാണ്. അത് കഴിഞ്ഞു. ഏതായാലും ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. നഗരസഭയും ജില്ലയും ഗ്രാമവും മുനിസിപ്പാലിറ്റിയും ബ്ലോക്കുകളും പിടിക്കാനായി. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായോ രഹസ്യമായോ ബന്ധം ഒരിടത്തും ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ കൊടിയത്തൂരിൽ നിന്നും മറിച്ചൊരു ദൃശ്യങ്ങളാണ് ഇന്നലെ ഇന്നുമൊക്കെ പുറത്തു വരുന്നത്. നിങ്ങൾ അതിൽ തൊട്ടപ്പുറത്ത് മുക്കം മുനിസിപ്പാലിറ്റി ഉണ്ട്. വെൽഫെയർ പാർട്ടി കോൺഗ്രസ് നേർക്കുനേരെ മത്സരിക്കുക. മുക്കം മുനിസിപ്പാലിറ്റി നേർക്കുനേരെ മത്സരിക്കുമ്പോൾ കൊടിയത്തൂരിൽ മുന്നിൽ നിന്ന് ആരാ വിശ്വസിക്കുക? കൊടിയത്തൂരിൽ സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാൻ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ പോയത് UDF നേതാക്കളൊപ്പമാണ്. ഇന്നലെ അവിടെ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം വിദ്യാ ബാലകൃഷ്ണനും ബഷീർ MLA അടക്കം ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങളടക്കം പുറത്തു എന്റെ അറിവപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാനത് പരിശോധിക്കും. ഞാനൊരു കാര്യം കട്ടൻട്രിയെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ UDFന്റെ ഘടകകക്ഷികളും അസോസിയേറ്റിംഗ് RMPയുമായി അപ്പുറത്ത് ഒരു കക്ഷിയുമായും UDFന് സീറ്റ് തരണയോ മുന്നണി ബന്ധമോ ഇല്ല. കൊടിയത്തൂരിലെ പരിശോധിക്കും. ഉണ്ടെങ്കിൽ പരിശോധിക്കും. ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഉണ്ടെങ്കിൽ പരിശോധിക്കും. അങ്ങനെ വേദി പങ്കിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രാവിലെ തന്നെ. ഉണ്ടെങ്കിൽ തീർച്ചയായും പരിശോധിക്കും. ഉറപ്പായും പരിശോധിക്കും. ഈ കോർപ്പറേഷനിലെ ഒരു സൗദ എന്ന സ്ഥാനാർത്ഥിയെ കുറിച്ചും ഇങ്ങനെ പറയുന്നു. വെൽഫെയർ പാർട്ടി നോമിനി ഞാനല്ലേ പ്രഖ്യാപിച്ച സൗദയെ? ഏതെങ്കിലും പാർട്ടി സമ്മതിക്കുമോ? ഞങ്ങളല്ലേ പറയുന്നത്. കാരണം വെൽഫെയർ പാർട്ടി സ്വന്തം തുറണ്ടേ. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഞാനാണ്. പിന്നെ ഇങ്ങനെ വെൽഫെയർ പാർട്ടി സ്വതന്ത്രമായി പ്രഖ്യാപിക്കാൻ സാഹചര്യം അത് അവിടുത്തെ ജയിക്കാനുള്ള സാഹചര്യം കിടത്തും. UDF സ്ഥാനാർത്ഥിയാണ്. ഞാൻ ഇവിടെ വന്നല്ലോ. ഞാൻ പ്രഖ്യാപിച്ചു. ഇവിടുന്ന് പ്രഖ്യാപിച്ചല്ലോ. DCC പ്രസിഡന്റ് പ്രഖ്യാപിച്ച UDF സ്വന്തം സ്ഥാനാർത്ഥി എങ്ങനെയാ വെൽഫെയർ സ്ഥാനാർത്ഥി? നിങ്ങൾ അങ്ങനെയൊന്നും ദയവായി അങ്ങനെയൊന്നും സൃഷ്ടിക്കരുത്. ഇത് ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി. നിലവിലുണ്ടെങ്കിൽ പരിശോധിക്കും. ഞാൻ അന്വേഷിക്കട്ടെ എന്തായാലും. ഓക്കെ. എന്തായാലും അദ്ദേഹം ഇപ്പോഴും പറയുന്നത് പരസ്യമായോ രഹസ്യമായോ ഒരു ബന്ധവും വെൽഫെയർ പാർട്ടിയുമായില്ല. കൊടിയത്തൂരിലെ സാഹചര്യം പ്രത്യേകമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. കൊടിയത്തൂരിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന വാർഡുകളിൽ UDF സ്ഥാനാർത്ഥിയില്ല. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വെൽഫെയർ പാർട്ടിയുമായി രഹസ്യമായോ പരസ്യമായോ ബന്ധമില്ല എന്ന് പറയുമ്പോഴും നമുക്ക് മുന്നിൽ തെളിവുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. UDFന്റെ പൊതുപരിപാടിയിൽ വെൽഫെയർ പാർട്ടി നേതാവ് വന്ന് പ്രസംഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ അത് UDFനെ വളരെയധികം പ്രതികൂലമായി ആയിരിക്കില്ലേ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുക? അതുപോലെ തന്നെ ഇപ്പോൾ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന വാർഡുകളിൽ UDF സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതും സംശയത്തിന്റെ ആക്കം കൂട്ടുകയല്ലേ?
കോഴിക്കോട് ജില്ലയിൽ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ രഹസ്യമായ ധാരണകൾ വെൽഫെയർ പാർട്ടി യു ഡി എഫ് തമ്മിൽ ഉണ്ട് എന്നതാണ് ഏറെ വസ്തുത. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൊടിയത്തൂരിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. കൊടിയത്തൂരിലെ 2 വാർഡുകളിലെ വെൽഫെയർ പാർട്ടിക്ക് UDF നൽകിയിരിക്കുകയാണ്. അത് UDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേളയിലും പിന്നീട് ഈ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാനായി പോയപ്പോൾ UDFിൻ്റെ അറിയപ്പെടുന്ന നേതാക്കൾ തന്നെയാണ് ഇവർക്കൊപ്പം പത്രിക സമർപ്പണത്തിന് പോയത്. ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് തല UDF കൺവെൻഷനിൽ KC അസ്ലം എന്ന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പങ്കെടുക്കുകയും ചെയ്ത് ഇതേ ചടങ്ങിൽ വിദ്യാ ബാലകൃഷ്ണൻ KPCC ഭാരവാഹിയും PK ബഷീർ MLA അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം പിന്നീട് മണ്ഡലത്തിൽ ഉടനീളം വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ തന്നെയാണ് ഈ 2 പേരും വോട്ട് ചോദിക്കുന്നത്. ഇവർക്കായി പ്രചാരണ സാമഗ്രികൾ UDF പ്രവർത്തകർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് UDF പിന്തുണ നൽകുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ലേബലിലാണ് ഈ സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടി അവരുടേതായ നിലയ്ക്കും ഈ സ്ഥാനാർത്ഥിക്കായി വോട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി പ്രവർത്തകരും UDFും ഒക്കെ ഒരേപോലെ ഒന്നിച്ചു പോയി വോട്ട് ചോദിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം കൊടിയത്തൂരിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലുള്ള മറ്റു ചില പഞ്ചായത്തുകളിലും സമാനമായ രീതി ഉണ്ട്. മുക്കം നഗരസഭയിൽ മാത്രം കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും 2 തട്ടിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മുക്കത്ത് സൗഹൃദ മത്സരം നടത്തിയിരുന്നു. മുന്നണി എന്ന രീതിയിൽ സീറ്റുകൾ നൽകി മത്സരിച്ചിരുന്നു. പക്ഷേ ഇത്തവണ സീറ്റ് വിഭജന ചർച്ചയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ 4 സീറ്റിൽ മുക്കത്ത് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അവിടെ നേരിട്ടുള്ള മത്സരം നടക്കുന്നു. മറ്റു പല ഇടങ്ങളിലും ജില്ലയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFിന് നൽകുന്നു. ഒപ്പം വെൽഫെയർ പാർട്ടി സ്വതന്ത്രരെ മത്സരിപ്പിക്കുന്ന ഇടങ്ങളിൽ UDFിൻ്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ആരോപണം ഉയർന്ന ആദ്യഘട്ടം മുതൽ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായോ രഹസ്യമായോ യാതൊരു ധാരണയും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനില്ല, അല്ലെങ്കിൽ UDFിനില്ല. അത് തങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുന്നുവെന്ന് പറയുന്നു. കൊടിയത്തൂരിലെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ K പ്രവീൺകുമാർ പറയുന്നത് അങ്ങനെ ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കും എന്നാണ്. എന്തായാലും ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള ഈ സഖ്യം അത് മുസ്ലിം മേഖലകളിൽ പ്രത്യേകിച്ചും സമസ്ത പോലുള്ള പണ്ഡിത സഭകളിലും വലിയ ഒരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇവർക്കുമായി രാഷ്ട്രീയമായ ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കരുത് എന്ന് ഇന്നലെ ഉമർ ഫൈസി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ സമസ്തയുടെ സെക്രട്ടറി തലത്തിലുള്ള ആളുകൾ വരെ പറയുന്ന ഒരു സാഹചര്യം. നേരത്തെ തന്നെ സമസ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ തത്വങ്ങൾക്ക് എതിരാണ്, അവരുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മുസ്ലിം മേഖലയിൽ നടത്തുന്ന കാര്യങ്ങൾക്കൊക്കെ എതിരാണ്. അതുകൊണ്ട് ഇവരുമായി ഒരു സഖ്യവും പാടില്ല എന്നാണ് സമസ്തയുടെ അടക്കം നിലപാട്. എന്തായാലും അത്തരം ഒരു ശക്തമായ എതിർപ്പൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഒരു പരസ്യമായ സഖ്യം വേണ്ട എന്നൊരു തീരുമാനത്തിൽ UDF എത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി സഖ്യം UDF ഉണ്ടായിരുന്നു. അത് പരസ്യമായി അവർ പിന്തുണ നൽകുന്നുവെന്നും ആ പിന്തുണ സ്വീകരിക്കുന്നുവെന്നും UDF നേതൃത്വം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതേ തുടർന്ന് വലിയ വിമർശനമാണ് വെൽഫെയർ പാർട്ടി UDF സഖ്യത്തിനെതിരെ BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വരുന്നത്. വർഗീയ കക്ഷികളുമായി കോൺഗ്രസ് സന്ധി ചെയ്യുന്നുവെന്ന ആരോപണമാണ് അന്ന് ഉയരുകയും ചെയ്ത് വലിയ തോതിൽ അത് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലും ഭൂരിപക്ഷ വോട്ടുകളുള്ള സ്ഥലങ്ങളിലും ബാധിക്കും എന്ന വിമർശനവും ഉയർന്നിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ഒരു രഹസ്യ ബാന്ധവം സൃഷ്ടിക്കാൻ UDFിനെ പ്രേരിപ്പിച്ചത്. എന്തായാലും നിലവിൽ ഇത്തരം ഒരു ബന്ധം ഒരിടത്തും ഇല്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. എന്തായാലും ഇക്കാര്യം പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഏത് തരത്തിലുള്ള പരിശോധനകൾ ഇക്കാര്യത്തിൽ നടക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി, സനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ഇടുക്കിയിൽ കോൺഗ്രസിനോടിടഞ്ഞ് മുസ്ലിം ലീഗ്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 3 വാർഡുകളിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കും. കോൺഗ്രസ് മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് ആരോപിച്ചാണ് ഈ തീരുമാനം. 7, 16 വാർഡുകളിലും രാജാക്കാട് പഞ്ചായത്തിലെ 9ാം വാർഡിലുമാണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നെടുങ്കണ്ടത്തെ 2 വാർഡുകളിൽ ലീഗാണ് മത്സരിച്ചത്. ഇതോടൊപ്പം രാജാക്കാട് പഞ്ചായത്തിലെ 1 വാർഡ് വിട്ടു നൽകാമെന്നും മുൻപ് ധാരണ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ മുൻപ് ലീഗ് മത്സരിച്ച 2 വാർഡുകളും കോൺഗ്രസ് നേതാക്കൾ തിരിച്ചെടുത്ത ഇഷ്ടക്കാർക്ക് നൽകിയെന്നാണ് ആരോപണം. രാജാക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസ് ഒരു എഗ്രിമെന്റ് വെച്ചിരുന്നു. 9ാം വാർഡ് ഇപ്രാവശ്യത്തെ 2025 തെരഞ്ഞെടുപ്പിൽ രാജാക്കാട് പഞ്ചായത്തിലെ 9ാം വാർഡ് മുസ്ലിം ലീഗിന് നൽകാമെന്നുള്ള നിബന്ധന പോലും എഗ്രിമെന്റ് പോലും അട്ടിമറിക്കപ്പെട്ട് മുസ്ലിം ലീഗിനെ അപമാനിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പെരുമാറിയത്. ജില്ലാ UDF നേതൃത്വം
ഈ കാര്യത്തിൽ അനുകൂലമായിരുന്നെങ്കിലും ലീഗിന് 2 സീറ്റ് എന്നുള്ളത് ന്യായമായ ഒരു ആവശ്യമാണെന്ന് അവർ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളോട് സംസാരിക്കുകയും അക്കാര്യം ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന പ്രധാന 2 നേതാക്കന്മാർ അതിന് യാതൊരു മുഖവിലയും കൽപ്പിക്കാതെ അവരുടെ ഒരു പ്രത്യേകമായ ഒരു താല്പര്യമാണ് ലീഗിനെ ഒഴിവാക്കുന്ന അവസ്ഥയുമായി ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നെടുങ്കണ്ടം 7-ാം വാർഡിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സിയാദ് കുന്നുകുഴിയും 16-ാം വാർഡിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റഷീദും രാജാക്കാട് 9-ാം വാർഡിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KM സുധീറുമാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കന്മാർക്ക് മത്സരിക്കാൻ മറ്റ് ജനറൽ വാർഡുകൾ ഇല്ലാതെ വന്നതോടെയാണ് ലീഗിന്റെ സീറ്റുകൾ ഏറ്റെടുത്തത് എന്നാണ് അഭ്യൂഹം. എന്നാൽ ഇത് മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. ന്യൂസ് 18 ഇടുക്കി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തെന്ന യുവതിയുടെ പരാതിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. പേര് പുനഃസ്ഥാപിക്കാൻ തയ്യാറായി പഞ്ചായത്ത്. കോട്ടപ്പടി സ്വദേശിനി പൈനാടത്ത് മെയ്മോൾ സ്വയം കേസ് വാദിച്ചാണ് അനുകൂല വിധി നേടിയെടുത്തത്. കോട്ടപ്പടി സ്വദേശിനി മെയ്മോൾ പി ഡേവിസ് മുൻപും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. ആനശല്യം രൂക്ഷമായ വേങ്ങൂരിലെ പുരയിടത്തിന്റെ കൈമാറ്റത്തിനുണ്ടായ തടസ്സങ്ങൾക്കെതിരെയും അവർ നിയമ പോരാട്ടം നടത്തിയതാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വനം വകുപ്പ് ഭൂമി ഏറ്റെടുക്കുകയും അതിനായി 45 ലക്ഷം രൂപ മെയ്മോൾക്ക് നൽകുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാമതും നീതി നിഷേധിക്കുന്നതിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി വിജയിച്ചിരിക്കുകയാണ് യുവതി. മെയ്മോൾ വേങ്ങൂരിലെ ഭൂമി വനം വകുപ്പിന് കൈമാറിയതോടെ കോട്ടപ്പടിയിലേക്കാണ് താമസം മാറിയത്. പിന്നാലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മെയ്മോളുടെയും കുടുംബത്തിന്റെയും പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇത് കാരണം പുതുതായി താമസം മാറിയ കോട്ടപ്പടി പഞ്ചായത്തിലും പേര് ചേർത്തിട്ടില്ല. വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ പഞ്ചായത്ത് സെക്രട്ടറിക്കും എറണാകുളം ജോയിന്റ് ഡയറക്ടർക്കും പരാതി നൽകി. എന്നാൽ അനുകൂല നടപടി ഉണ്ടാകാതായതോടെയാണ് ഹൈക്കോടതിയിൽ സ്വന്തമായി കേസ് വാദിക്കാൻ തീരുമാനിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ലിസ്റ്റില് പേര് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും താമസം വേണം. ഞാനിപ്പോൾ പുതിയ സ്ഥലത്തേക്ക് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് താമസിക്കുന്ന കോട്ടപ്പടി പഞ്ചായത്തിന് കീഴിലേക്ക് എൻ്റെ വോട്ട് സ്ഥിരപ്പെടുത്താനോ അല്ലെങ്കിൽ ചേർക്കാനോ വേണ്ടിയിട്ട് എനിക്കൊരു സമയപരിധി കിട്ടിയിട്ടില്ല. ഞാൻ പുതിയ സ്ഥലത്ത് താമസക്കാരി ആയിട്ടുമില്ല, എന്നാൽ പഴയ സ്ഥലത്ത് നിന്ന് താമസം വിടുകയും ചെയ്തു. അപ്പോൾ എവിടെയും ഇല്ലാത്ത തരത്തില് എൻ്റെ വോട്ട് നിഷേധിക്കുമ്പോൾ എൻ്റെ വോട്ടവകാശം അനാഥത്വമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് മാറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ പരാതി കൊടുത്തിരുന്നു. സെപ്റ്റംബർ 25-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു താമസം മാറിയതിനാലാണ് എന്ന് പറഞ്ഞു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് കേസ് പരിഗണിച്ച് അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതോടെ മെയ്മോളും അമ്മയും സഹോദരനും ഉൾപ്പെടെ 3 പേരുടെ പേരാണ് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിച്ചത്. സമ്മതിദാന അവകാശത്തിനു വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയ മെയ്മോളുടെ കഥ നിരവധി പേർക്ക് പ്രചോദനമാണ്. ന്യൂസ് 18 എറണാകുളം. ഇനി നമുക്ക് സോഷ്യൽ മീഡിയ തിരയുന്ന വൈറൽ സ്ഥാനാർത്ഥിയെ ഒന്ന് പരിചയപ്പെടാം. പേരുകൊണ്ട് വ്യത്യസ്തയായ മായാവിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. എറണാകുളം കൂത്താട്ടുകുളം നഗരസഭ 26-ാം ഡിവിഷനിലെ LDFന്റെ സ്ഥാനാർത്ഥിയായ മായാവിയുടെ വിശേഷം കേൾക്കാം. നിറഞ്ഞ പേരാണ്. സോഷ്യൽ മീഡിയയിലെല്ലാം ഈ പേരിപ്പോൾ വൈറലാണ്. മറ്റാരുമല്ല, കൂത്താട്ടുകുളം നഗരസഭയിലെ 26-ാം വാർഡ് LDF സ്ഥാനാർത്ഥി മായാവി. മായാവി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാലരമയിൽ നമ്മുടെ സൂപ്പർ ഹീറോ ആയ മായാവി, അതോടൊപ്പം തന്നെ മായാവി എന്ന മമ്മൂട്ടി ചിത്രത്തിലെ മായാവി, അങ്ങനെ പല രൂപത്തിലാണ് ഈ മായാവിയെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. ട്രോളുകളൊക്കെ കണ്ടായിരുന്നു. എന്ത് തോന്നി? തമാശകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതൊക്കെ ചിരിച്ചുകൊണ്ട് ആസ്വദിക്കുന്നു. ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ മായാവി ഈ സ്ഥാനാർത്ഥിയായി പ്രചാരണമൊക്കെ തകൃതിയായി നടക്കുകയാണ്. എങ്ങനെയാണ് ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം? ആളുകളുടെ പ്രതികരണം, ഞാൻ മായാവി എന്നുള്ള ചേച്ചിമാർക്കൊക്കെ പെട്ടെന്ന് കമ്പനിയാവും. എങ്കിലും ഞാൻ മീഡിയാസ് എന്നെ കുറേ കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പേര് കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൾക്കാർ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ഒന്ന് ചിരിക്കും, സ്ട്രക്കാവും. എന്നിട്ട് ആ ചിരിയിലൂടെ ഞാൻ അവരിലേക്ക് പെട്ടെന്ന് കടക്കാനൊരു അതിനൊരു കാരണമാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു യുവാക്കളിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും, വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുമ്പോഴായിരിക്കും ഈ മായാവി എന്ന പേര് അവർ കുറച്ചുകൂടി മറ്റൊരു തരത്തിലേക്ക് ഏറ്റെടുക്കുന്നത് അല്ലേ? അതെ, അത് യുവാക്കളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇങ്ങനെയുള്ള ട്രോളുകളൊക്കെ വരുന്നത്. നമ്മളെ ചാച്ചന്മാരും അമ്മച്ചിമാരെന്നൊക്കെ പറഞ്ഞാൽ മായാവി അതുകൊണ്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കും.
മറ്റേത് എന്തെങ്കിലും എൻ്റെ ശിഷ്യയാണ് മായൻകുട്ടി വി, ഞാൻ നൽകിയ പേര്, ഇതൊക്കെയാണ് യുവാക്കളുടെ ഇടയിലെ ട്രോളുകൾ വരുന്നത്. മറ്റേത് നല്ലപോലെ ആസ്വദിച്ച് ചിരിക്കും. മായാവി എന്ന ചിത്രത്തില് കണ്ണൻ സ്രാങ്കിന്റെ ശിഷ്യനായിരുന്നു മായാവി. ഈ മായാവി ആരുടെ ശിഷ്യയാണ്? ഇങ്ങനെ ഈ പറഞ്ഞ കണ്ണൻ സ്രാങ്കിൻ്റെ അത് കുറേ കമൻറ്റുകൾ എനിക്ക് വരുന്നുണ്ട്. ഞാൻ ഇതുവരെ ആരെയും ശിഷ്യത്വമൊന്നും സ്വീകരിച്ചിട്ടില്ല. അപ്പം ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൂടിയാണ് അല്ലേ? അതെ തീർച്ചയായിട്ടും. സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ വന്നിട്ടാണ് കുറച്ച് പേരെങ്കിലും മായാവി എന്നറിയപ്പെട്ടത്. ഇപ്പോൾ പിന്നെ ഈ കുറേ പോസ്റ്ററുകളൊക്കെ വന്നപ്പോഴത്തേക്കും ആളുകൾ കുറേ ട്രോളുകളൊക്കെ വന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കുറേ പേരിങ്ങനെ എന്നെ മെൻഷൻ ചെയ്തും സ്റ്റോറി അയച്ചും എനിക്ക് റീൽ അയച്ചൊക്കെയാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് പറന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് തോന്നി. ഒപ്പം ഈ മായാവി ആളുകളെ രക്ഷിക്കുന്ന ഒരു സൂപ്പർ ഹീറോയാണ്. രാജു രാധയുടെയൊക്കെ സൂപ്പർ ഹീറോയാണ്. ഈ മായാവി കൂത്താട്ടുകുളംകാരുടെ സൂപ്പർ ഹീറോ ആണോ? അവരെന്നെ ഓം ഹ്രീം എന്ന് വിളിച്ചാൽ ഉറപ്പായിട്ട് ഞാനവിടെ എത്തിയിരിക്കും. വിളിച്ചില്ലെങ്കിലാണ് പ്രശ്നം. അവർ വിളിച്ചാൽ ഉറപ്പായിട്ട് ഞാനവിടെ ചെന്നിരിക്കും. എന്തായാലും എല്ലാവിധ ആശംസകളും നേരും. തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷം. എന്നെ ട്രോൾ ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷം. ഒരു രീതിയിൽ മറ്റു രീതിയിൽ അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും പേരിലൂടെ വ്യത്യസ്തയായ മായ വി ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. കൂത്താട്ടുകുളത്തെ LDF സ്ഥാനാർത്ഥിയായാണ്. എന്തായാലും ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഈ മായാവി ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. LDFും UDFും നേർക്കുനേർ മത്സരം നടക്കുന്ന നഗരസഭയാണ് നീലേശ്വരം. BJPക്ക് ഒരംഗം പോലുമില്ലാത്ത നഗരസഭ രൂപീകൃതമായ കാലം തൊട്ട് ഇടതുമുന്നണിക്കാണ് വിജയം. CPM ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന നീലേശ്വരത്ത് രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ UDF പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നത്. നഗരസഭ രൂപീകൃതമായതിനു ശേഷം ഇടതിനെ മാത്രം തുണച്ച നഗരസഭയാണ് നീലേശ്വരം. ഇത്തവണ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് റാഫിയാണ് മത്സരിക്കുന്നത്. 32 നേരത്തെ വാർഡുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 2 വാർഡുകൾ കൂടി 34 വാർഡുകളാണ് ഇപ്പോൾ ഇത്തവണയുള്ളത്. എന്തായാലും UDFും ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ട്. നമുക്ക് 2 ഭാഗത്തു നിന്നുള്ള, അതായത് UDFിൻ്റെയും LDFിൻ്റെയും പ്രതിനിധികളെ പ്രതികരണം തേടാം. നീലേശ്വരം നഗരസഭയുടെ എന്താണ് നിലവിലൊരു അവസ്ഥ? നീലേശ്വരം നഗരസഭ വൈസ് ചെയർമാനാണ്. നിലവിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് റാഫിയാണ് നമ്മോടൊപ്പം ആദ്യം ചേരുന്നത്. എന്താണ് നിലവിൽ നീലേശ്വരം നഗരസഭ? പൊതുവെ മൃഗീയ ഭൂരിപക്ഷമാണ് LDFിന്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും എന്താണ് ഒരു ഈ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഞങ്ങൾക്ക് 32-ൽ 21 സീറ്റാണ് ഉള്ളത്. ഇപ്പോൾ 34 സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു 24-25 സീറ്റിലെങ്കിലും LDF ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലത്ത് നീലേശ്വരത്ത് വമ്പിച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരസഭാ കാര്യാലയം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സൗകര്യം കൂടിയ നഗരസഭാ കാര്യാലയമാണ് നീലേശ്വരത്ത് കഴിഞ്ഞ തവണ ഈ ടേമിൽ നിർമ്മിച്ചത്. നീലേശ്വരം ബസ് സ്റ്റാൻഡ് അതിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ച് കഴിഞ്ഞു. 16 കോടി രൂപയാണ്. ഇനി അതിൻ്റെ യാർഡിൻ്റെ ചില വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു മാസത്തിനകം ബസ്സുകൾ കയറുന്ന സ്ഥിതി ഉണ്ടാവും. 2 വാതക ശ്മശാനങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചു. 6 കോടി രൂപ ചെലവിലാണ് നമ്മുടെ ചെറുപ്പുറത്തുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് അതിൻ്റെ നവീകരണം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ എടുത്തു നോക്കിയാൽ നഗരസഭയുടെ തനത് പദ്ധതികളായിട്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ സാധിച്ചു. മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള സഹായവും നീലേശ്വരത്ത് ലഭിച്ചിട്ടുണ്ട്. BJPക്ക് നിലവിൽ സീറ്റില്ലാത്ത അപൂർവം നഗരസഭകളിൽ ഒന്നാണ് നീലേശ്വരം. ആ നില ഈ തവണയും തുടരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. SDPI കഴിഞ്ഞ തവണ തീരദേശത്ത് മുസ്ലിം ലീഗിൻ്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സീറ്റ് SDPI പിടിച്ചെടുത്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് താരതമ്യേന ദുർബലമായ സ്വാധീനം മാത്രമുള്ളൊരു പ്രദേശമാണ്. പക്ഷേ ആ നിലയും കൂടി ഒഴിവാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നീലേശ്വരം നഗരസഭ പ്രതിപക്ഷ നേതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഷജീറാണ് ചേരുന്നത്. ഷജീർ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ഏതായാലും ഇത്തവണ നീലേശ്വരം നഗരസഭ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് ഷജീറോട് തന്നെ ചോദിക്കാം. ഷജീർ, എങ്ങനെയാണ് നീലേശ്വരം നഗരസഭയുടെ നിലവിലൊരു അവസ്ഥ? കാരണം LDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുത്തക, അതായത് അവരുടെ രൂപീകൃതമായത് മുതൽ LDF തന്നെ ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെയാണ്? അതായത് കഴിഞ്ഞ ഒരു 35 വർഷത്തെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ തുല്യമാക്കി മാറ്റിയ ഈ നഗരസഭയെ ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് ഈ നഗരസഭ എത്തും എന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ ഒരു രാജാ റോഡ് വികസനം എന്ന് കുട്ടിക്കാവശ്യക്കോട്ട് വന്നെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കാൻ ഈ നഗരസഭ കഴിഞ്ഞില്ല. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ അജണ്ട. ഈ 34 വാർഡുകളിലും ഐക്യജനാധിപത്യ മുന്നണി ജയിക്കും. ഇവിടെ നല്ലൊരു ഭരണം UDFിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകും, ഒരു സംശയം വേണ്ട. നമുക്കറിയാം, മത്സ്യ മാർക്കറ്റ് ഇല്ലാത്ത ഇന്ത്യയിലെ ഏക നഗരസഭ ഒരുപക്ഷെ നീലേശ്വരമായിരിക്കും. തീരദേശ മേഖലയെ മുഴുവൻ അവഴിച്ചു, സാധാരണക്കാരനെ മുഴുവൻ അവഴിച്ചു. പിന്നെ ബിൽഡിംഗ് ഉണ്ടായിട്ട് എന്ത് വേണ്ടത്? ഇത്ര വലിയ ബിൽഡിംഗ്, പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ട് സാധാരണക്കാരന്
എന്ത് നേടിയെന്നും മാത്രം അതാണ് ഞങ്ങളുടെ പ്രചരണായുധം. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി നീലേശ്വരം നഗരസഭ ഭരിക്കും. എന്തായാലും പിണറായി സർക്കാരിൻ്റെ ദുർഭരണം, അതോടൊപ്പം വലിയ തോതിൽ വികസനം ഉണ്ടെന്ന് പറയുമ്പോഴും അത്തരം വികസനങ്ങളൊന്നും നഗരസഭയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് UDF പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ അവർ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗങ്ങൾ പോലും ഇല്ലാത്ത നഗരസഭ കൂടിയാണ് നീലേശ്വരം. എന്തായാലും UDF ശക്തമായ ഒരു മത്സരത്തിന് തന്നെയാണ് ഇവിടെ തയ്യാറെടുക്കുന്നത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് കാലമായാൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങളൊക്കെ ഇറക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇത്തവണ കൊച്ചിയിൽ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയുള്ള പാർട്ടികളുടെ റെക്കോർഡിംഗ് അവസാന ഘട്ടത്തിലാണ്. ട്രെൻഡിംഗ് ആയ സിനിമാ പാട്ടുകളുടെ പാരഡി ഗാനമാണ് ഇത്തവണയും മുന്നണികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഈ പ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിൽ ലക്ഷത്തിലേറെ സ്ഥാനാർത്ഥികൾ ഓൾ കേരളയുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, ഓൾ കേരളയിലുള്ള ഒരുപാട് ഗായക സംഘങ്ങൾക്ക് ഇപ്പോൾ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് എല്ലാ മുന്നണികൾക്കും വേണ്ടി പാട്ടുകൾ ചെയ്യുന്നുണ്ട്. അതാത് സമയത്ത് ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ് ചെയ്യൽ. ഈ പ്രാവശ്യം അതുപോലെ തന്നെ വളരെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഏത് മൂഡ്, അതുപോലെ മിന്നൽ വള, അത് UDFന് വേണ്ടിയാണ്. പിന്നെ അതുപോലെ BJPയും സ്വതന്ത്ര മുന്നണികൾക്കൊക്കെ വേണ്ടിയിട്ട് കിളിയേ. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഈ പ്രാവശ്യമുണ്ട്. വിവാദങ്ങളും വികസനവുമൊക്കെ തന്നെയാണ് പാട്ടിലെ വരികളായി മാറുന്നത്. ലിജി ഫ്രാൻസിസും നിസാജും ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന് വേണ്ടി SIT നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. കൊല്ലം വിജിലൻസ് കോടതിയിലാകും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. പത്മകുമാറിനെയും N. വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പത്മകുമാറിന്റെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ SIT തുടരുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തിയേക്കുമെന്നാണ് വിവരം. ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത് 83,000 പേർ. ഇന്ന് ഞായറാഴ്ചയായിട്ടും വൻ തിരക്കില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് അധികവും എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇന്ന് വലിയ തിരക്കൊന്നുമില്ലാത്ത സാഹചര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നടന്ന അവലോകന യോഗത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം വർദ്ധിപ്പിക്കാം, തിരക്കുകളൊക്കെ പരിഗണിച്ച് എന്നൊക്കെയുള്ള തീരുമാനമുണ്ടായിരുന്നു. ഇന്ന് സ്പോട്ട് ബുക്കിംഗിലെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? അനുശ്രീ, ഇന്ന് ഞായറാഴ്ചയായിട്ടും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല യാത്രയാണ്. തിരക്കൊന്നും ഉണ്ടായില്ല. നല്ല സൗകര്യങ്ങളാണ്. എത്ര സമയം എടുത്ത് പമ്പയിൽ? ഞങ്ങൾക്ക് 1 മണിക്കൂർ അത്ര പമ്പയിലും നിലയ്ക്കലും തിരക്കുണ്ട്? തിരക്കില്ല. ഇപ്പം നല്ല സൗകര്യമാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ ഇവിടെ തിരക്കുണ്ടെന്നുള്ള വാർത്ത വന്നതിന് ശേഷം കുറച്ച് പേര് ഇങ്ങോട്ട് വരാൻ മടിക്കുന്നുണ്ട്. ഇപ്പൊ തിരക്ക് കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമായിട്ട് കയറി പോരാൻ പറ്റി. ഞങ്ങൾ ചാലക്കുടി നിന്ന്. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 4 ആള്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ തിരക്ക്. പിന്നെ ഈ വരുന്ന വഴിയില് ഭക്ഷണമൊക്കെ, ബിസ്ക്കറ്റ്, അതൊക്കെ കിട്ടുന്നുണ്ട്. വെള്ളമൊക്കെ ഉണ്ട്. പോലീസിന്റെ സഹായമുണ്ട്. കുഴപ്പമൊന്നുമില്ല. അനുശ്രീ, അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് ഈ തിരക്ക് സാധാരണ ഈ ക്യൂ കോംപ്ലക്സിൽ ഇത്രയും തിരക്ക് വരുന്നതാണ്. പക്ഷെ താഴ്ന്ന് കയറി വരുമ്പോഴത്തേക്കും അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടക്കുന്നു എന്ന് തന്നെയാണ് അയ്യപ്പ ഭക്തർ പറയുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഈ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് കഴിഞ്ഞ ദിവസവും 9,000 പേരെ കടത്തിവിട്ടു. ആദ്യം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഈ ജനത്തിരക്കുണ്ടായ ആ സംഭവത്തിന് പിന്നാലെ ഹൈക്കോടതി 5,000 നിജപ്പെടുത്തിയെങ്കിലും പിന്നീട് കാര്യങ്ങൾക്ക് കൂടുതൽ ക്രമീകരണം വന്നതോടെ ഹൈക്കോടതി തന്നെ ആ ഉത്തരവിൽ ഇളവ് വരുത്തി. ഓരോ ദിവസവുമുള്ള രീതി അനുസരിച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ തിരക്കനുസരിച്ച് ആളുകളെ കടത്തിവിടുന്നതിന് ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം 9,000 പേരെ വരെ കടത്തിവിട്ടത്. അങ്ങനെ കടത്തിവിടാൻ കഴിയുന്ന എണ്ണം 20,000 വരെയാണ്. നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളതാണ്. 70,000 പേർ സ്പോട്ട് ബുക്കിംഗും അതോടൊപ്പം 70,000 പേർ വിർച്വൽ ക്യൂവും 20,000 പേർ സ്പോട്ട് ബുക്കിംഗും. ഈ വിർച്വൽ ക്യൂവിന്റെ ഒരു കാര്യം പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസവും ബുക്ക് ചെയ്തതിൽ 24,000-ഓളം പേർ എത്തിയില്ല എന്നതാണ്. ഈ ഓരോ ദിവസവും ബുക്ക് ചെയ്യുകയും ആ ദിവസങ്ങളിൽ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ആളുകൾ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷേ അത് ബാലൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ എണ്ണം തികയുന്നത് നേരത്തെ ഡേറ്റ് മാറി വരുന്ന ആളുകളുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ ബുക്ക് ചെയ്തിട്ട് നേരത്തെ ഉള്ള തീയതികളിൽ എത്തുന്ന ഭക്തരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ആളുകൾ വരാതിരിക്കുന്നത് കൊണ്ട് തത്വത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവുണ്ടാകുന്നില്ല. ഏതാണ്ട് അതിനടുത്ത ആളുകൾ
തീയതി മുൻകൂട്ടി എത്തുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് പക്ഷേ ഒരു പ്രതിസന്ധിയാവുന്നത് ഈ വെർച്വൽ ക്യൂ രജിസ്റ്റർ ചെയ്ത ആളുകൾ വലിയ തോതിൽ ഇവിടേക്ക് എത്തുകയും തീയതി മാറി വരുന്ന ആളുകൾ കൂട്ടത്തോടെ എത്തുകയും സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം കൂടുകയും ചെയ്യുന്ന തരത്തിൽ ഒരു ദിവസമുണ്ടായാൽ വലിയ തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അന്ന് ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കേണ്ടി വരും. ഒരുപക്ഷെ മണിക്കൂറുകൾ ഭക്തർ നിലയ്ക്കലും അതിനുശേഷം പമ്പയിലും ഒക്കെ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതൊന്നും ഈ സമയത്തല്ല. മണ്ഡലകാലമൊക്കെ ഏറെക്കുറെ കഴിഞ്ഞ് പിന്നീട് മകരവിളക്കിന്റെ അവസാന സമയത്തൊക്കെയാണ് ആ തരത്തിൽ ഭക്തർ ഇവിടേക്ക് അങ്ങനെ കൂട്ടത്തോടെ എത്തുക. ഇപ്പോൾ ഏതായിരുന്നാലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ ഓഫീസർ, പോലീസ് ചീഫ് കോർഡിനേറ്റർ ഇങ്ങനെ ഈ 3 പേരും ഓരോ ദിവസവും അവർ അവലോകനം നടത്താം. എന്നിട്ട് ഓരോ ദിവസവും സ്പോട്ട് ബുക്കിങ്ങിന് എത്ര പേരെ കയറ്റിവിടാം ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണം. അങ്ങനെ ഓരോ ദിവസത്തെയും എണ്ണം നിശ്ചയിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടായത്. 400 താൽക്കാലിക ജീവനക്കാരെ അടിയന്തരമായി നിയമിക്കാൻ തീരുമാനിച്ചിരുന്നു. അത് ഇന്നും നാളെയുമായിട്ടൊക്കെ ആ നിയമനങ്ങൾ നടക്കും. പിന്നെ മറ്റൊന്ന് ദേവസ്വം മരാമത്തിന്റെ പ്രവൃത്തികളാണ്. പല സ്ഥലങ്ങളിലും ദേവസ്വം മരാമത്തിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായിട്ടില്ല. ഈ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനും കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനമായിരുന്നു. ഇനി അടുത്ത് വീണ്ടും യോഗം ചേരും. ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം നടപ്പായി എന്നത് പരിശോധിക്കാനാണ് അടുത്ത യോഗം ചേരുക. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിൽ എല്ലാ ദിവസവും ഒരു സംയുക്ത യോഗം ചേരണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്തായിരിക്കും പ്രധാനമായും ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങൾ? അനുശ്രീ, ഇത് തന്നെയാണ്. ഈ സ്പോട്ട് ബുക്കിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇന്നലത്തെ അജണ്ടയിൽ ഉയർന്നു വന്നത്. ഹൈക്കോടതി ഇളവ് വരുത്തിയതോടുകൂടി സ്പോട്ട് ബുക്കിംഗ്, അതായത് ഓരോ ദിവസവും നേരിട്ടെത്തി ബുക്ക് ചെയ്യുന്ന ഭക്തരെ എത്രമാത്രം ഭക്തരെ കയറ്റിവിടാം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അതിന് ആ തീരുമാനം എങ്ങനെ കൈക്കൊള്ളും എന്നതിനാണ് ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചത്. അവർ ഓരോ ദിവസവും ഈ വിലയിരുത്തൽ നടത്തണം. കൂടിയാലോചന നടത്തിയ ശേഷം മാത്രമായിരിക്കണം സ്പോട്ട് ബുക്കിങ്ങിലൂടെ കയറ്റിവിടുന്ന തീർത്ഥാടകരുടെ എണ്ണം നിശ്ചയിക്കേണ്ടത്. അത് രാവിലെ തന്നെ അതിന്റെ ഒരു ധാരണ കിട്ടും. പിന്നീടുള്ള മണിക്കൂറുകളിലും അതനുസരിച്ച് ഭക്തരെ കയറ്റിവിടാം. വെർച്വൽ ക്യൂ വഴി എത്തുന്ന ഭക്തരുടെ എണ്ണം ഈ ഓരോ വെർച്വൽ ക്യൂവിനും നൽകിയിട്ടുള്ള സമയമുണ്ട്. ആ സമയത്ത് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുള്ള ഭക്തർ എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കും. അങ്ങനെ എത്തിയിട്ടില്ലെങ്കിൽ അതിന് തുല്യമായി ഈ തീയതി മാറി വരുന്ന ഭക്തരുണ്ട്, അവരെയും സ്പോട്ട് ബുക്കിങ്ങിലൂടെ വരുന്ന ഭക്തരുമുണ്ട്, അവരെയും കയറ്റിവിടും. അങ്ങനെയാണെങ്കിൽ ഈ എത്താത്ത ഭക്തരുടെ എണ്ണത്തിൽ ഉള്ള കുറവ് ഇങ്ങനെയുള്ള ഭക്തരെ കയറ്റിവിട്ട് അത് നികത്തും. ആ തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഒരു മണിക്കൂറിൽ ഏതാണ്ട് 3250 ഭക്തരെ വീതം ശരാശരി, അതാണ് അതിന്റെ ഒരു കണക്ക്. ഓരോ മണിക്കൂറിൽ 3250 ഭക്തർ എന്ന നിലയ്ക്ക് കയറുന്നുണ്ട്. മുൻപ് ഇവിടെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് 4000 ഭക്തരെ വരെ ഒരു മണിക്കൂറിൽ കയറ്റിവിടാൻ കഴിയും. അതിനൊരു വേഗത കൈവരിക്കണം. 18ാം പടിയിൽ ആളെ കയറ്റുന്നത് മുതൽ താഴെ നിന്നുള്ള ഈ ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള അത് ക്രൗഡ് മാനേജ്മെന്റ് വളരെ കാര്യക്ഷമമായി നടത്തിയാൽ 4000 പേരെ വരെ ഒരു മണിക്കൂറിൽ പരമാവധി ഒരു 3800 പേരെയെങ്കിലും കടത്തിവിടാൻ കഴിയും. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം 83,000-ഓളം പേരാണ് ദർശനം നടത്തിയത്. അതുപോലെ തന്നെ ഇന്ന് വലിയ തരത്തിലുള്ള തിരക്കുകളൊന്നും ഇല്ല എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. വിനോദാണ് കൂടുതൽ വിവരങ്ങൾ തന്നത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ആവേശകരമായ കായംകുളം ജലോത്സവത്തിൽ വിയ്യപുരം ചാമ്പ്യന്മാരായി. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ IPL മാതൃകയിലുള്ള ലീഗ് മത്സരമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസണിൽ കായംകുളത്ത് നടന്ന 8ാം മത്സരത്തിലാണ് വിയ്യപുരം ചാമ്പ്യന്മാരായത്. മഴയെ വകവയ്ക്കാതെ കായലിന്റെ ഇരു കരകളിലും വള്ളംകളി ആവേശമാക്കാൻ 100 കണക്കിന് പേരാണ് നിരന്നത്. CBLിലെ ഏറ്റവും വലിയ അട്ടിമറിക്ക് കളമൊരുങ്ങിയ മത്സരത്തിൽ ഇമ്മാനുവേൽ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുവിലെ പറമ്പനാണ് 2ാം സ്ഥാനത്ത്. നിരണം ചുണ്ടൻ 3ാമത് ഫിനിഷ് ചെയ്തു. ഇനി ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോകാം. സ്പെഷ്യൽ ഡേയിലേക്ക് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നെയ്യാറ്റിൻകര കാരക്കോണം സ്വദേശിയായ അഭിനവ് SS 16ാം ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. ആശംസ അറിയിച്ചിരിക്കുന്നത് അനിരുദ്ധും കൂട്ടുകാരായ അനു കൃഷ്ണ, അലൻ ആദർശ്, ജിക്കു, അപ്പൂസ്, ജിത്തു ജോഹന്ന, നിയ, സിയോന, സാവിയോ തുടങ്ങിയവരാണ്. അഭിനവിന് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്.
മംഗലപുരം ഇടവിളാകം സ്വദേശിയായ രഞ്ജിത്ത് സോണി ദമ്പതികളുടെ മകൾ ഋതികയുടെ 6ാം ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ഛൻ, അമ്മ, പാറു, മറ്റു കുടുംബാംഗങ്ങളൊക്കെയാണ്. ഋതികയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. മംഗലപുരം ഇടവിളാകം സ്വദേശികളായ വിമൽ, അഭിജ ദമ്പതികളുടെ മകൾ അവനികയുടെ 6ാം ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ഛൻ, അമ്മ, ഋതിക, മറ്റു ബന്ധുക്കളൊക്കെയാണ്. അവനികയ്ക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. നെടുമങ്ങാട് നിന്നുള്ള ആർച്ച ജെഎമ്മിന്റെ 24ാമത്തെ പിറന്നാളാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകനും ആർച്ചയുടെ സഹോദരനുമായ ആരോമലാണ്. ആർച്ചയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അങ്ങനെ ഇന്നത്തെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ. നമസ്കാരം.